ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, അതുവരെ ആ വീട്ടിൽ വന്നു പോകുന്ന ആളേനു. ഞാൻ പറഞ്ഞില്ലേ, കുട്ടീനെ ഡ്രൈവറായിട്ട് നിൽക്കുന്ന സമയത്ത് പിന്നെ ഓനവിടെ വന്നു പോകുന്ന ആളേനു. പിന്നെ മോന് സ്കൂളിൽ കഴിഞ്ഞ് 6-ാം ക്ലാസ്സിലോ അങ്ങനെയൊക്കെ ആയപ്പോൾ ബസ് പോകലില്ല. അടുത്തുള്ള ഏതോ സ്കൂളിലേക്ക് ആക്കിയതിന് ശേഷം പിന്നെ ഓൻ്റെ വീട്ടിലേക്ക് പോകല. ഇവിടുന്ന് അവിടത്തേക്ക് പോകും. അവൻ്റെ വീട്ടിലേക്ക് കാറിലും സ്കൂട്ടറിലും മുകളിലൊക്കെ ആയിട്ട് കൊണ്ടുപോകും. പിന്നെ അവൻ്റെ വീട്ടിൽ നിന്നാണ് ഈ ചിത്രം വരെയൊക്കെ ഉണ്ടാവില്ല. അവൻ്റെ വീട്ടിൽ ഓള് ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, ഫ്രീ ആയിട്ട് കൊടുത്ത. അപ്പം പിന്നെ അങ്ങനെ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഫ്രീ കൊടുത്തിട്ടുണ്ട് ഫോട്ടോസ്. അവൻ്റെ വീട്ടിലും ഫ്രീ. ഓൻ്റെ വീട് ഒരു മലേൻ്റെ മുകളിലാണ്. റോഡ് സൈഡ് തന്നെയാണെങ്കിലും മലേൻ്റെ മുകളിലാണ്. അവൻ്റെ അമ്മേൻ്റെ വീട് അതിൻ്റെ അടുത്ത് തന്നെ, ഒരു ചെറിയൊരു വീട്. പിന്നെ എന്താ, അവൻ്റെ അമ്മയും മാമനും ഒക്കെ അതിൻ്റെ അടുത്ത് തന്നെ. അമ്മമ്മയും മാമനും ഒക്കെ അടുത്തടുത്ത വീട് തന്നെയാണ്. അപ്പോൾ ഇവരൊക്കെ ഇവന് സപ്പോർട്ടാണ്. ഇവർക്ക് പൈസ മതിയല്ലോ. അവൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ അറിയപ്പെടുന്ന ആൾ തന്നെയാണ്. ഏത് രീതിയിൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഏഷ്യാനെറ്റ് രീതിയിൽ തന്നെ നല്ല അറിയപ്പെടും. അമ്മേനെ പോലെ കാണാനും. അച്ഛനൊരു പാവാട്ടോ. ഒരു വലിയ 2 വാർപ്പിട്ട വീടാണ്. ഓൻ പോകലുണ്ട്, അരുണ് പോകലുണ്ട് അവൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത്. ഞാൻ വീട് കണ്ടിട്ടുണ്ട്. ഞാൻ അവിടെ പോകലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മമ്മേൻ്റെ അടുത്തേക്ക് പോകലുണ്ട്. പിന്നെ അവൻ്റെ കുടുംബക്കാരെ വീട്ടിൽ അച്ഛൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിനൊക്കെ പോകും. ഓൻ എല്ലാ സ്ഥലത്തും വലിഞ്ഞു കയറി ചെല്ലുന്ന ആളാണ്. അതുകൊണ്ട് ആർക്കും അടിച്ചോടിക്കാനൊന്നും പറ്റില്ല. വലിഞ്ഞു കയറി അങ്ങോട്ട് ചെല്ലും. അവൻ്റെ അച്ഛന് ആ വീട്ടുകാർ കെട്ടിയില്ല. ഓനെ കയറ്റലുണ്ട്. ഈ പറഞ്ഞ പോലെ സ്നേഹത്തോടെ. ഈ ജസ്ന സലീമും ഓൻ രണ്ടാളും ഒരുപോലെ ഉടായിപ്പായിട്ട് ഒരേപോലെ പെരുമാറുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ആൾക്കാർ നമുക്ക് വേണ്ടാന്ന് വെച്ചാലും ഒരു കയറി ചെല്ലുമ്പോൾ പോടുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ രീതിയിലുള്ള ആൾക്കാരാണ്. നാട്ടുകാർക്ക് മുഴുവൻ അറിയാം കസിൻ ബ്രദർ അല്ല, ഓളെ ആരും അല്ല എന്നുള്ള നാട്ടുകാർക്ക് അറിയാം. ഓളെ വീട്ടുകാർക്കും അറിയാം, ഓൻ്റെ വീട്ടുകാർക്കും അറിയാം, ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാർക്ക് അറിയാം. കുമിളി അത്തോടി ഭാഗത്തുള്ള ആൾക്കാർക്ക് അറിയാം. പക്ഷേ എന്താ കോഴിക്കോട്, കൊല്ലം, തൃശ്ശൂർ, തിരുവനന്തപുരം അങ്ങനെയുള്ള ആൾക്കാർക്കാണ് അറിയാത്തത്. ഓന് തൃശ്ശൂരൊക്കെ ഓൻ്റെ കുടുംബക്കാരുണ്ട് കേട്ടോ. ഓൻ്റെ അമ്മേൻ്റെ അനിയത്തിൻ്റെ വീട് തൃശ്ശൂരാണ്. പിന്നെ മലപ്പുറത്ത് എൻ്റെ അമ്മേൻ്റെ വേറെ ഒരു അനിയത്തിയുണ്ട്. അങ്ങോട്ട് കല്യാണം കഴിച്ചുകൊണ്ട് ആൾക്കാർ. ഇവരൊക്കെ എങ്ങനെയാണ് പോയെന്നറിയില്ല. ഇവരൊക്കെ നല്ല ആൾക്കാരൊന്നുമല്ല. നന്നായിട്ട് കല്യാണം കഴിച്ചൊന്നുമല്ല. ഇതുപോലെ അമ്മേനെ പോലെ തന്നെ. അമ്മേനെ ഈ അച്ഛൻ ഈ പണിക്ക് പോയിട്ട് കല്ല് കൊത്താനോ ഈ കുഴിന്ന് കല്ലെടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ അമ്മയ്ക്ക്. അവിടുന്ന് കല്ല് എത്തുന്ന ആളെന്ന് തോന്നി ഇയാള്. അങ്ങനെ ഉണ്ടായതാണ് ഈ കുട്ടി അരുണ്. അധികവും ഫ്രീ ആയിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുക. അത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഓർഡർ വന്നത് മറ്റേതാന്ന് പറഞ്ഞിട്ട് ഒരുവിധ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് എന്താ ഗിഫ്റ്റായിട്ട് കൊടുക്കൂലേ, അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്.